ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന തക്കാളി ചട്നിയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാള, 3 തക്കാളി, 4 വെളുത്തുള്ളി എന്നിവയൊക്കെയാണ്. വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അത് പിന്നീട് അരിഞ്ഞിടാൻ വേണ്ടിയാണ്. ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇനി ഇതിലേക്ക് വറ്റൽമുളകും ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ഇടുക. ഇതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഞാനിവിടെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, പിന്നീട് വേണമെങ്കിൽ ഇടാം. നന്നായി ഇളക്കുക. സവാള വഴന്നതിന് ശേഷമേ തക്കാളി ഇട്ട് കൊടുക്കാവൂ. ഇനിയിപ്പം തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കുക. തക്കാളിയും ഒന്ന് വഴന്നതിന് ശേഷം മാത്രമേ മസാലകളെല്ലാം ഇട്ട് കൊടുക്കാവൂ. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇവിടെ തക്കാളിയും സവാളയൊക്കെ നല്ല രീതിയിൽ വഴന്നു, എന്നിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ഇനിയും 1/4 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മുളക് ഇട്ടത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചിട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടിയും അതേപോലെ തന്നെ കായപ്പൊടിയും ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഇത് ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം. നല്ല രീതിയിൽ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജാറിനകത്തിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിത് കടുക് വറുത്ത് ഇടാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകും കറിവേപ്പിലയും കൂടി ഇടുക. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇടുക. അങ്ങനെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇച്ചിരൂടെ ചാറ് വേണ്ടവർക്ക് വെള്ളം കുറച്ചുകൂടെ ചേർക്കാം. ഇത് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂടെ കഴിക്കാവുന്ന ഒരു വിഭവമാണ്.